കുഞ്ഞാണ്ടാ കുട്ടികളൊക്കെ പാല് ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് മുമ്പേ ഉള്ള വീഡിയോ ആണ്, കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല, അപ്പോൾ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യണം തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞമ്മ നാട്ടിലുള്ള സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു, വലിയ പെരുന്നാളിനൊക്കെ മുമ്പായിട്ട് കേട്ടോ. ഇതായിരുന്നു കുഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ള വ്ളോഗ്. പിന്നെ അന്ന് പല കാരണത്താൽ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം ഇപ്പോൾ അപ്ലോഡ് ചെയ്യണേ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പം മുത്തച്ഛൻ്റെ, അതായത് കാക്കാവിൻ്റെ വീട്ടിൽ എല്ലാവർക്കും കൂടി കൂടാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അന്ന്. അപ്പോൾ കാക്കാവിൻ്റെ വേറെ 2 ഫ്രണ്ട്സും അവരുടെ വൈഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ബിരിയാണിയൊക്കെ നമുക്ക് ഒരുമിച്ച് വന്നിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും പറഞ്ഞതായിരുന്നു, ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ എത്താമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞങ്ങളന്ന് അവിടെ എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് വൈകി. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിട്ടോ. നല്ലൊരു എന്താ പറയുക, ഹർബറി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഫുഡാവാനും പിന്നെ ചെന്നിട്ട് വേണം പുഡിങ് ഉണ്ടാക്കാൻ, ആ ഒരു പണിയും എല്ലാം കൂടി നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും കാക്കാവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുട്ടിപ്പയും അവരുടെ വൈഫൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് 3 മക്കളാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിയലും നന്നാക്കലും ചിക്കനുള്ള മസാല കൂട്ടി വെക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. കാരണം പുഡിങ് ആദ്യം സെറ്റാക്കി വെച്ചാൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടുള്ളൂ. ബ്രെഡ് പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടാണ് കേട്ടോ വെച്ചത്. കാരണം പെട്ടെന്ന് സെറ്റായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പിസ്ത പുഡിങ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ. 2 വിധം പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒന്ന് ബ്രെഡ് പുഡിങ്ങും പിന്നെ രണ്ടാമത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്ത പുഡിങ്ങും. അത് റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിലോട്ട് മാറ്റി. അതിനുശേഷം ബിരിയാണിക്കുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അവർ ഏകദേശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഗ്യാസിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ അടുപ്പത്ത് വെച്ചാൽ വേറൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം പിടിച്ചിട്ട് പിന്നെ അടുപ്പത്തിലേക്ക് മാറ്റിയിട്ടാണ്. പക്ഷേ ബീഫ് ആയതുകൊണ്ട് തന്നെ കുറേ ടൈം നമുക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബീഫ് വേവിച്ചത് കുക്കറിലാണ്. പിന്നെ റൈസും കുക്കറിൽ വേവിച്ചു. അതിനുശേഷം അതിൻ്റെ ദമ്മിടൽ പ്രോസസ്സൊക്കെ എന്ത് ചെയ്തു, പുറത്താക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പോൾ ആ ഒരു ഫ്ലേവറും കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് തട്ടിക്കൂട്ടി പണിയാണ് കേട്ടോ. പെട്ടെന്നുള്ളതായതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും ആ ഒരു നേരില്ലാത്ത സമയത്തും പുറത്ത് തീ പിടിപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും അതിന് മുതിർന്നാണ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ കത്തിക്കാൻ വേണ്ടി നോക്കുമ്പം എത്ര കത്തിച്ചാലും കത്തി കിട്ടണില്ല കേട്ടോ. തീ കത്തുന്നേ ഇല്ല. പിന്നെ അവൾ സാധാരണ ഗ്യാസുമേലാണ് ഉണ്ടാക്കാറ്. ഞങ്ങളും അധികമൊക്കെ ഗ്യാസുമേൽ തന്നെ, ചോറ് മാത്രമേ പുറത്ത് അടുപ്പിൽ വെക്കാറുള്ളൂ. അപ്പം വല്ലാണ്ടൊന്നും ഇത് കത്തിച്ചിട്ട് പുറത്ത് കത്തിച്ചിട്ടും ഇങ്ങനെ തീ കത്തിച്ചിട്ടൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. എന്നിട്ട് അവളും ഞാനും പിന്നെ കുഞ്ഞുമോള് പിന്നെ അവർ ഫ്രണ്ടിൻ്റെ വൈഫുണ്ടല്ലോ, അവളും കൂടെ ഞങ്ങൾ 3 പേരും കൂടി എന്തായാലും ടൈം എടുത്ത് കത്തിച്ച് ഒക്കെ റെഡിയാക്കിട്ടോ. അവരവിടെ തീ കത്തിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അകത്തുനിന്ന് ഞാനും അവരുടെ കുട്ടികളൊക്കെ ഇവിടെ കൂടിയിട്ടും സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഉണ്ടാക്കാൻ വേഗമുണ്ടല്ലോ. അപ്പം മൂത്തച്ചിയുടെ ബിരിയാണിയാണ്. അവൾ പറയാൻ വയ്യ, ബിരിയാണിയുടെ കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിലാണ് ബിരിയാണി വെക്കുക. ബീഫ് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്ന് ഞങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും അവൾക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. നമ്മൾ സഹായിച്ചു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവൾ ചെയ്തോളും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ പറയും കുക്കറിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ അവളുടെ കുക്കർ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പം അവൾക്ക് എല്ലാവിധ പാചകവും അറിയാം കേട്ടോ, നന്നായിട്ട് അറിയാം. അവളോട് ഞാൻ അധിക കാര്യങ്ങളും ചോദിക്കില്ല. പക്ഷേ കേക്ക് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയില്ല. അതൊക്കെ അവൾ എന്നോട്
ചോദിക്കും. ഇങ്ങനത്തെ ബിരിയാണി പോലുള്ള സാധനങ്ങൾ, ബീഫ് വരട്ട്, അതൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പുറത്ത് വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതൊന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മക്കളുടെ സൗണ്ടും എല്ലാം കൂടി ആയപ്പം ശരിക്കും നമുക്ക് എന്താ ഏതാണെന്ന് ചോദിച്ചറിയാൻ ഒന്നിനും പറ്റിയിട്ടില്ലായിരുന്നു. അവിടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിട്ട് അവർ അവിടെ പിന്നെ തട്ടലും മുട്ടലും ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. അവൾ പറയുന്നുണ്ട് എന്തൊക്കെ ഇതിലേക്ക് ഇടുന്നത്, സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ, വോയിസ് അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ കൊടുക്കാം. അപ്പം സാധാരണ രീതിയിൽ തന്നെ, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവളുടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി നമുക്ക് അത്യാവശ്യം വേണം. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതിൽ കണ്ടല്ലോ, അത് ചീരുള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി ചതച്ചതാണ്, ഒന്നങ്ങ് ചതച്ചിട്ടേ ഉള്ളൂ, അതുകൂടി ഉണ്ട്. അതിപ്പം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മളൊരു ഒന്നുകൂടി അധികം പച്ചച്ചോവ പറഞ്ഞേ ഇതിൻ്റെ ഒരു പച്ചച്ചോവ മാറി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം. ഒന്നങ്ങ് വാടുമ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് അവൾ യൂസ് ചെയ്യാറ്, എല്ലാത്തിലും അവൾ കല്ലുപ്പാണ് ഇടാറ്. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി മസ്റ്റാണ്, അത്യാവശ്യമുള്ള ഇടാറുണ്ട്. ഞങ്ങൾ ഈ മസാല കൂട്ടുന്ന സമയത്താണ് കേട്ടോ കാക്കാവ് വന്നത്. കാക്കാവ് പണി കഴിഞ്ഞ് വന്നതാണ്. സാധാരണ 2 മണിയൊക്കെ ആവും പണി കഴിഞ്ഞ് വരാൻ. ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ പോകുന്നതാണ്. ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എപ്പോഴും മസാല കൂട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡപ്പ് ആയിരുന്നു കേട്ടോ. കാരണം ബീഫും കാര്യങ്ങളും റൈസും അവിടെ റെഡി ആയതുകൊണ്ട് തന്നെ ആ ഒരു പേടിയില്ലായിരുന്നു. ദമ്മിടാനുള്ള ഒരു ടൈം മതി. ഇതുവരെ ഞാൻ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ വെളിച്ചെണ്ണ. ഇപ്പോൾ ലാസ്റ്റ് ഇത് വാടിയതിന് ശേഷം, ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം എത്ര ഒഴിച്ചു? 2 സ്പൂൺ. പിന്നെ അവൾ ഇതിലേക്ക് തൈരാണ് കേട്ടോ ഒഴിച്ചത്. മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തൈര് ഒഴിച്ചു. ലാസ്റ്റാണ് അവൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. 1.5 ടേബിളൊക്കെ ഉണ്ടാവോ? അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സുർക്കയും, അത് 3 ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് നല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നല്ല കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. 2 കിലോ അരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. വറ്റി ഈ ബീഫുമൊക്കെ നല്ലോണം പിടിക്കണം. ഓരോന്നിടുമ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പലതും സൗണ്ട് കാരണം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പോൾ അവൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ബിസിയാണ് ആൾ അക്യുപഞ്ചറിസ്റ്റാണ്. അന്ന് പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷമാണ് അവൾ പഠിച്ചിറങ്ങിയത്. പിന്നെ ഇപ്പം ഫുൾ ടൈം അതിൻ്റെ ജോലി തിരക്കുമായിട്ടൊക്കെ എപ്പോഴും ബിസിയാണ്. ഞായറും കൂടി ഒഴിവില്ല എന്ന് പറയും. ഞായറും കൂടി അവൾക്ക് ക്ലിനിക്കിൽ പോകണം, അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഹിജാമ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. മെയിനായിട്ടും അവൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഹിജാമയിലാണ്. അപ്പോൾ ഹിജാമയ്ക്ക് ഭയങ്കര തിരക്കുമാണ്. ഓരോന്നായിട്ട് പിന്നെ ബുക്കിങ്ങും കാര്യങ്ങളായിട്ട് ഫുൾ തിരക്കിലാണ് ആളിപ്പോൾ കിട്ടാനേ ഇല്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാലും അവൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യലാണ്. ആദ്യമൊക്കെ അവൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യലായിരുന്നു, ഇപ്പം അവൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ ബിരിയാണിയുടെ കാര്യം നോക്കുന്ന സമയത്ത് കുഞ്ഞുമോൾ അകത്തിരുന്നിട്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ മസാല കൂട്ടിയതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്താണ് അവൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ബിരിയാണിയിലേക്കുള്ള അണ്ടി മുന്തിരിയും വറുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ്.
മല്ലിയില പുതിന നല്ല ചെറുള്ളി അല്ലേ ലാസ്റ്റ് അത് ഏത് ബിരിയാണി ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ ചെറുള്ളി ഇടൂല നിങ്ങള് ചെറുള്ളി സാധാരണ ആരും ചെറുള്ളി ഇടരുതെന്ന് തോന്നുന്നില്ല. ഇല്ല ഞാനൊന്നും ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ബീഫിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ദമ്മിടാം. അപ്പോൾ ചോറും അതിനിടയിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിലാണ് ചോറ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള മസാലയുടെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അവൾ തീയൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട്. ഇനി കത്തി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് തീയൊക്കെ ഒന്ന് കെടുത്തി വെക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതിലുണ്ട് കേട്ടോ. അത് നമ്മൾ ദമ്മിടുന്ന സമയത്ത് പിന്നെ നമ്മുടെ റൈസിലേക്കും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു മസാലയിലോട്ട് ഇനി നമുക്ക് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 കുക്കറിലായിട്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് മുകളിലായിട്ട് മല്ലിയിലയും അതുപോലെ തന്നെ അണ്ടിയും മുന്തിരിയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലെ തന്നെ ക്യാരറ്റും നമ്മുടെ മല്ലിയില, ഗരം മസാല, നെയ്യ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ദം ചെയ്യാണ് ചെയ്തത്. അവസാനം അടപ്പ് വെച്ച് മൂടിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കണലിട്ട് കൊടുത്തു. പിന്നെ ഒരു വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. ചോറായിട്ടില്ലെന്ന് കണ്ടപ്പം അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവൻ്റെ പേര് ഫസ്ലു എന്നാണ്. അവൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളായിരുന്നു അന്ന്. അപ്പോൾ അവർ കാര്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവന് പിന്നെ കുഞ്ഞുമോൻ്റെ കൂടെയും കാക്കാൻ്റെ കൂടെയൊക്കെ അവർ 3 പേരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി അടുക്കളയ്ക്കൊന്ന് നന്നാക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അവർ വന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഞങ്ങളെ മെയിൻ പണി, അവളുടെ കയ്യിൽ കുറേ അച്ചാറുകൾ ഉണ്ടാവും കേട്ടോ. അച്ചാറുകൾ കാര്യമായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ അവൾ നെല്ലിക്ക ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കുറച്ചൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ. അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കാനും അതിനുള്ള തിരക്കായി. അവർ ഫുഡൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഞാൻ പുഡിങ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടോ. അപ്പോൾ പുഡിങ്ങൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെറീസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം നിന്നാലാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് പുഡിങ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ട് ദമ്മ് പൊട്ടിച്ചു. അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് പാത്രത്തിലോട്ട് വിളമ്പാണ്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലെടുത്തിട്ട് പിന്നീട് അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വലിയ പാത്രത്തിലേക്കാണ് ആദ്യം എടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിച്ചു കേട്ടോ. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ബിരിയാണി പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം ചിക്കനും ബിരിയാണിയും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ബിരിയാണി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സോഫ്റ്റായിട്ടായിരുന്നു കേട്ടോ. ബീഫൊന്നും ഒടിഞ്ഞു പോയിട്ടില്ലായിരുന്നു. നല്ല കറക്റ്റ് വേവായിരുന്നു. ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബീഫിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. സിറ്റ് ഔട്ടിൽ പോയിട്ടിരുന്നു. ഞങ്ങൾ ചെന്നാലും അങ്ങനെ തന്നെയാണ്, സിറ്റ് ഔട്ടിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കാറ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ഇട്ടു.
അവിടെ മുകളിലൊരു പറമ്പുണ്ട്, വീടൻ പറമ്പ് എന്നാണ് പറയാം. അവിടെ ഒന്ന് പോവാന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം അവിടെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. പക്ഷേ കുൻമോനും കായ്ക്കും ഓരൊന്നും വന്നില്ല, ഓരവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി. വെറുതെ രസമായിട്ട് എല്ലാവരും കൂടി കൂടിയതല്ലോ, ഒന്ന് നടക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം കുറച്ചങ്ങോട്ട് കയറാണ്ട് കേട്ടോ, നല്ലൊരു കയറ്റാണ്. കുറച്ച് ദൂരം കൊണ്ട് പോയാലും കേട്ടോ പറമ്പെത്തുക. അപ്പം കുറച്ചൊന്ന് കയറ്റും ഇറക്കമൊക്കെ ആയിട്ട് അങ്ങനെ കയറാനുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചാടി കയറി എന്നാൽ പോവാന്നൊക്കെ പറഞ്ഞത്. പക്ഷേ കുറച്ചൊന്ന് കയറിയപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിട്ടോ. എന്തായാലും എല്ലാവരും കൂടി കൂടിയിട്ടല്ലേ, ആ ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കയറി പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഉണ്ടാവില്ല, ചെങ്കിൽ വെട്ടുന്ന സ്ഥലമാണ്. അപ്പം അവിടെ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു, ഒരുപാട് ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണ്. പിന്നെ പറമ്പല്ലേ, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് പോകുന്ന ആ ഒരു രസം വേറെ. അപ്പം ഇതാ അവിടെ എത്തിയിട്ടോ. കുറച്ച് മുകളിലായിട്ടാണ് ഈ ഒരു പറമ്പ് കിടക്കുന്നത്. ആളുകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും, കുട്ടികൾ കളിക്കാൻ, അതുപോലെ തന്നെ ആട് മേയ്ക്കാൻ, അങ്ങനത്തെ ആളുകളൊക്കെ ആടിനെ കൊണ്ടും പിന്നെ പോത്ത് അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ വരലുണ്ട് കേട്ടോ. അവരൊക്കെ പുല്ല് കൊടുക്കാനും കാര്യത്തിനൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പോൾ മനുഷ്യനൊക്കെ ഉണ്ടാവും, പേടിക്കാനൊന്നുമില്ല അങ്ങോട്ട് കയറിയെന്ന് വെച്ചാലും. ഇവിടെ കല്ല് വെട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ, കല്ലൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, ഗോൾ പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പറ്റിയ ഒരാളെ കണ്ടു കേട്ടോ. അപ്പോൾ നായയുണ്ട് കേട്ടോ, നായ്ക്കളും നന്നായിട്ടുണ്ട്. അപ്പോൾ അവളത് കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരണം എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് വല്ലാണ്ട് പോയിട്ടില്ല. ഇനി അവിടെ ആളില്ലാത്ത സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ പേടിക്കുന്ന കരുതിയിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പം ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. സ്പെക്സ് വെച്ചിട്ടുള്ളതാണ് ഞാൻ. പിന്നെ നടുവിലത്താണ് ജംഷി, ബാക്കത്താണ് കുഞ്ഞുമോള്. ഞങ്ങൾ മക്കളും എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.